വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ആക്രമിച്ച് CPIM പ്രാദേശിക നേതാവ്. പഞ്ചായത്തിലെ വിവിധ ഗുണഭോക്തൃ ലിസ്റ്റിന്റെ മാർക്കിടിലുമായി ബന്ധപ്പെട്ട യോഗത്തിലായിരുന്നു കയ്യാങ്കളി. വണ്ണപ്പുറം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വിവിധ ഗുണഭോക്തൃ ലിസ്റ്റുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നതിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീമ പരീദിനെ ആക്രമിച്ചതായാണ് പരാതി. 10ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന റഹീമ തന്റെ വാർഡിലെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന്റെ തിരക്കിൽ നിൽക്കുമ്പോൾ ഇവിടെ എത്തിയ CPIM പ്രാദേശിക നേതാവ് രഞ്ജിത്ത് എന്നയാൾ അപമര്യാദയായി പെരുമാറുകയും കസേര ഉപയോഗിച്ച് ആക്രമിച്ചതായും പറയുന്നു. ബഹളം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇക്കാര്യം ചോദ്യം ചെയ്യുവാൻ എത്തിയ തന്നെയും ഇയാൾ ആക്രമിച്ചതായി പ്രസിഡന്റ് MA ബിജു വ്യക്തമാക്കി. കൂടാതെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചതായി ബിജു പറഞ്ഞു. ഇന്ന് ആ മാർക്കിടുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് റൂമിൽ മാർക്കിടുന്ന സമയത്ത് രഞ്ജിത്ത് എന്ന് പറയുന്ന ആള് അനാവശ്യം പറയുകയും അതുപോലെ തന്നെ കസാര എടുത്ത് അടിക്കുകയും ഒക്കെ ഉണ്ടായി. ഞാൻ എന്റെ റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒച്ച കേട്ടിട്ട് ഞാൻ ഓടി ചെന്നപ്പോൾ വൈസ് പ്രസിഡന്റ് ബോധം കെട്ട് നമ്മുടെ കസാരയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞു കസാരയായിട്ട് തല്ലി. അപ്പൊ കസാര ഇട്ട് ഓങ്ങിയപ്പോ തലയ്ക്ക് കൊണ്ടു. അങ്ങനെയാണ് അവിടെ ബോധം കെട്ട് അവിടെ കിടന്നത്. അപ്പൊ ഞാൻ എന്നിട്ട് കുറച്ച് വൈസ് പ്രസിഡന്റ് സമാധാനിപ്പിച്ച് എന്നാ വയസ്സ് സംഭവിച്ചേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് തല ഇറങ്ങുവാണ് എന്നും പറഞ്ഞിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഞാൻ എന്നിട്ട് രഞ്ജിത്തിൽ ചോദിച്ചു ഇതെന്നാ ഈ നടക്കണത്, നമ്മൾ ഇന്ന് ഈ മാർക്കറ്റിൽ നടക്കുന്ന സമയത്താണോ ഈ ഒച്ചപ്പാടും ബഹളം? സമാനപരമായിട്ട് രീതിയിൽ നമുക്കിത് മാർക്കിടാം എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും മാർക്കറ്റിൽ നടക്കില്ല എന്നും പറഞ്ഞിട്ടാണ് രഞ്ജിത്ത് അവിടെ കസാര എടുത്ത് ഒച്ചപ്പാടുണ്ടാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് കസാര എടുത്ത് ഒഴിഞ്ഞപ്പോൾ ഞാൻ ആ കസാര തട്ട് മാറ്റുകയും എന്റെ ഷർട്ടിന് കയറി പിടിച്ച് എന്റെ ഷർട്ട് കഴുത്തിനൊക്കെ ഇങ്ങനെ പിടിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് വിളിപ്പിച്ചപ്പോൾ ഇവൻ രഞ്ജിത്ത് ഇത് വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ തട്ടി മാറ്റിയപ്പോൾ കസേര എടുത്ത് ഓങ്ങിയപ്പോഴാണ് എന്റെ കയ്യെ തട്ടിയത്. അത് പിന്നെ എല്ലാ മെമ്പർമാരും മറ്റുള്ള അനുയായികളും ഒക്കെ അവിടെ വന്ന് ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിച്ചേർന്നത്. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് അപ്പൊ തന്നെ CI പാർട്ടിയും പോലീസ് 2 വണ്ടി ആളുകൾ അവിടെ എത്തി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാവരും പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് ഞങ്ങൾ പെട്ടെന്ന് ആശുപത്രിക്ക് കയറ്റി കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ആ സമയത്താണ് ഞങ്ങൾ അപ്പൊ തീരെ വയ്യാതെ വന്നപ്പോ ആണ് അവിടുന്ന് നേരെ കൊണ്ടുപോകാൻ പറഞ്ഞ് നേരെ കാലിക്കോട് ആശുപത്രിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ബഹളത്തെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാളിയാർ പോലീസ് സ്ഥലത്ത് എത്തി. തങ്ങളെ ആക്രമിച്ചതായി കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കാളിയാർ പോലീസിൽ പരാതി നൽകി. കാളിയാർ PHCയിൽ ചികിത്സയ്ക്ക് എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കൂടുതൽ പരിശോധനകൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി. ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഇരുവരെയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, KPCC മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ മനോജ് കോക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി അടക്കമുള്ള നേതാക്കൾ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശുചിത്വമായ സാഹചര്യങ്ങളിൽ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ഗുണനിലവാരമുള്ള കൊപ്ര മാത്രം ഉപയോഗിച്ച് ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ. പരിശുദ്ധം, പ്രീമിയം ക്വാളിറ്റി, 100% പ്യുവർ കോക്കനട്ട് ഓയിൽ. ഓർമ്മകളിലെ അതേ രുചി.